കൊച്ചി അയ്യൻകുഴിയിൽ വീണ്ടും പുക പടരുകയാണ്. നാട്ടുകാർക്ക് ദേഹാസ്വാസ്ഥ്യവും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നു. പ്രദേശവാസികൾ അമ്പലമുകൾ റോഡ് ഇപ്പോഴും ഉപരോധിക്കുകയാണ്. പോലീസും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഞ്ജന കുമാർ അവിടെ സംഭവസ്ഥലത്തുണ്ട്. അഞ്ജന, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? സായികുമാർ, അങ്ങനെ തന്നെയാണ്. ഈ രാത്രിയിലും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാവുന്നത് പോലെ. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും ഈ രാത്രിയിലും ഇവിടെ തുടരുകയാണ്. ഇന്ന് ഏകദേശം വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിൽ നിന്നും പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് കൂടാതെ ഇവിടെ BPCLും ഉണ്ട്. ഈ രണ്ട് കമ്പനികൾക്കിടയിലായിട്ട് ഏകദേശം 48ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവർ വർഷങ്ങളായി ഈ ഫാക്ടറികളിൽ നിന്നും ഉയരുന്ന പുക കാരണം ബുദ്ധിമുട്ടുകയാണ്. ദേഹാസ്വാസ്ഥ്യവും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും എല്ലാം വർഷങ്ങളായി ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട്. കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾക്ക് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ശ്വാസസംബന്ധമായ അസുഖങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് ആരോട് പറയണമെന്നറിയില്ല. എത്ര പറഞ്ഞിട്ടും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുന്നില്ല. ഇപ്പോൾ 10:30 അടുക്കുന്നു, എന്നിട്ടും ഇവിടെ നിന്ന് പോകാൻ അവർ കൂട്ടാക്കുന്നില്ല. ഈ അമ്പലമുകൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഏകദേശം വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇന്നും ഇപ്പോൾ പുക ഉയർന്ന് പലർക്കും ദേഹാസ്വാസ്ഥ്യവും ശ്വാസകോശ പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇനി എന്താണ് ഇതിലൊരു നിങ്ങളുടെ ഭാഗത്തുനിന്ന്? അല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സമരം ഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എന്താ വെച്ചാൽ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം എടുത്തു മാറ്റുക എന്നുള്ളതാണ്. ഈ സ്ഥലം എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ജനിച്ച നാട്ടിൽ നിന്ന് ആർക്കും പോകണമെന്ന് താല്പര്യമുള്ളതല്ല. എല്ലായിടത്തെയും സമരങ്ങൾ ഒഴിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും വികസനത്തിന് ഈ 2 കമ്പനികൾ വന്നു. ഈ 2 കമ്പനിയുടെ ഇടയ്ക്ക് ഈ 9.5 ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയോട് ഇനി മാറിപ്പോകാൻ പറയാൻ പറ്റില്ല. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഈ 61-ലല്ലേ ഇത് വന്നത്, BPCL ആദ്യം വന്നത്. ആ BPCL വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ പട്ടയമുള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഞങ്ങളുടെ പാടവും തോടും സ്കൂളും എല്ലാം ഇവർ നശിപ്പിച്ചു. അത് കൂടാണ്ട് കുടിവെള്ളവും എല്ലാം മലിനമാക്കിയേക്കണം. ഇപ്പോൾ വീണ്ടും പുക പടർന്നതിനെ തുടർന്ന് അവിടെയുള്ളവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവർ അവിടെ പ്രതിഷേധം തുടരുകയാണ്. അഞ്ജനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.